മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയമുള്ളവരെ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് തബൂക്ക് യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് മടങ്ങി വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് മടങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ജിബ്രീൽ എന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ അല്ലാഹുവേ ഒരു അധ്യായം ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് അങ്ങോട്ട് ഓതി കൊടുത്തിട്ടതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. റസൂലുള്ളാഹിയുടെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ താരതാരയായി ഒലിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവര്, ഈ സൂറത്തായിരുന്നു പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നതിനുള്ള ഒന്നാമത്തെ അടയാളം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്ന് എന്റെ പ്രിയമുള്ളവരെ അറിയുന്ന ഒന്നാമത്തെ അടയാളം ഈ സൂറത്തായിരുന്നു. ജിബ്രീൽ വന്നിട്ട് ഓതിക്കൊടുക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, നബിയേ തയ്യാറെടുക്ക്, നബിയേ തയ്യാറെടുത്തോ, നബിയേ അല്ലാഹുവിലേക്ക് അടുക്ക്, നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് ഓതിക്കൊടുക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ പറയുന്നു, നബിയേ അല്ലാഹുവിലേക്ക് ഇബാദത്തുകൾ അധികരിപ്പിച്ചു കൊണ്ടടുക്കു, നബിയേ അല്ലാഹുവിലേക്ക് അടുക്ക്, നബിയേ. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കു, നബിയേ. അങ്ങക്ക് പോകാൻ സമയമായി. ഇസ്ലാമിലേക്ക് ജനങ്ങൾ മുഴുവനും അതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ ദൗത്യം പൂർത്തീകരിക്കാൻ സമയമായി, നബിയേ. അതുകൊണ്ട് ഇബാദത്തുകൾ അധികരിപ്പിക്കു, നബിയേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അതാ ജിബ്രീൽ പറയുന്നു, നബിയേ ഇസ്തിഗ്ഫാർ അധികമായിട്ട് പറ, നബിയേ. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകര് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം അല്ലാഹുവിന്റെ പ്രവാചകന് ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് പാതിരാത്രി തന്റെ വീടിനകത്തിരുന്ന് നിസ്കരിക്കുകയാണ്. കാല് നീര് കെട്ടുന്ന രീതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നിസ്കരിക്കുന്നത് കാണുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ ഇതുപോലെ കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ പാപമെല്ലാം അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ. അങ്ങയാണല്ലോ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത്. പിന്നെ എന്തിനാ നബിയേ ഇതുപോലെ കഷ്ടപ്പെട്ട് കിടന്ന് നിസ്കരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് എല്ലാ റമളാൻ മാസത്തിലും ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കടന്നു വരാറുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകന് ജിബ്രീലിനെ ഓതി കേൾപ്പിക്കാറുണ്ട്.
അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം കടന്നു വന്ന റമളാൻ, ആ റമളാനിൽ 2 പ്രാവശ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് ഖുർആൻ ഓതി കേൾപ്പിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അതാ ബിലാൽ തങ്ങളെ അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ബിലാലേ ബിലാലേ, എനിക്ക് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് ബിലാൽ. അതുകൊണ്ട് ആരെങ്കിലും ഹജ്ജിന് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തയ്യാറെടുക്കാൻ പറ ബിലാല്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ചെന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഹജ്ജിന് പോവുകയാണ്. പോകേണ്ടവരൊക്കെ തയ്യാറെടുക്കാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ 9 ഭാര്യമാരെയും വിളിക്കുകയാണ്. 9 ഭാര്യമാരെയും അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എല്ലാവരും തയ്യാറെടുത്തു, എല്ലാവരും ഹജ്ജിന് പോകാൻ തയ്യാറെടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിനും ഉംറയ്ക്കും പോകേണ്ടത് ഒറ്റയ്ക്കല്ല, കറങ്ങാൻ പോകേണ്ടത് ഒറ്റയ്ക്കല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ റസൂല് എത്ര വലിയ കഠിനമായ യുദ്ധത്തിന് പോയാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ഭാര്യയെങ്കിലും കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഹജ്ജിനും ഉംറയ്ക്കും പോകേണ്ടത് ഒറ്റയ്ക്കല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജിന് പോകാൻ സമയത്ത് 9 ഭാര്യമുണ്ടായിരുന്നു. 9 പേരെയും അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുപോയി. എന്റെ പ്രിയമുള്ളവരെ, കറങ്ങാൻ പോകുമ്പോ ഒറ്റയ്ക്കല്ല പോകേണ്ടത്. നമ്മളൊക്കെ അങ്ങനല്ലല്ലോ, എവിടെ പോയാലും ഒറ്റയ്ക്കാ പോകുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് എത്ര വലിയ കഠിനമായ യുദ്ധത്തിന് പോയാലും ഒരു ഭാര്യയെങ്കിലും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പഠിച്ചോ, കറങ്ങാൻ പോകുമ്പോ ഒറ്റയ്ക്കല്ല പോകേണ്ടത്. നിന്റെ പെണ്ണിനെ കൊണ്ടുപോകണം, നിന്റെ ഭാര്യയെ കൊണ്ടുപോകണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യമാരെ കൂടെ കൊണ്ടുപോകണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 ഭാര്യമാരോടും തയ്യാറെടുക്കാൻ പറഞ്ഞു. അല്ലാഹു നമുക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോ ഒറ്റയ്ക്ക് പോകരുത്, തന്റെ ഭാര്യയും കൊണ്ടുപോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അടുത്ത് കോഴിക്കോട് ഭാഗത്ത് ഇവിടെ ഉള്ളൊരു ചെറുപ്പക്കാരൻ, നല്ല പൈസയൊക്കെ ഉണ്ട്. നിങ്ങൾ ചിരിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഭാര്യയെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോ നിങ്ങളിൽ പലരും ചിരിക്കുന്നു. ആ ചിരിയുടെ അർത്ഥം എനിക്കറിയാം. കോഴിക്കോട് ഭാഗത്തുള്ളൊരു ചെറുപ്പക്കാരൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഉസ്താദ്, ഈ വർഷം എൻ്റെ ഭാര്യ ഹജ്ജിന് പോകുന്നുണ്ട്, ഉസ്താദ് ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ? ഞാൻ അടുത്ത വർഷം പോകാം ഉസ്താദ്. ഞാൻ അടുത്ത വർഷം. ഈ മനുഷ്യന് നല്ല ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് പോകൂടെ? ഇല്ല, ഞാൻ അടുത്ത വർഷം പോകും. ഇങ്ങനെ ഇയാൾ ഒഴിഞ്ഞു മാറാണ്ടപ്പോ എനിക്ക് തോന്നി എന്താണെന്ന് അറിയണം കാരണം. ഞാൻ പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്താദ്, ഈ ഹജ്ജ് എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ കിട്ടുന്നൊരു ഭാഗ്യല്ലേ? ഹജ്ജ് എന്നൊക്കെ പറയുന്നത് ഫർളായത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ കിട്ടുന്നൊരു ഭാഗ്യം. ഇവിടെ തന്നെ സഹിക്കാൻ വയ്യ, ഇവളെയും കൊണ്ട് ഇനി മക്കത്ത് പോയി അവിടെ പോയി കിടന്ന് അടിയുണ്ടാവണമല്ലോ. അതുകൊണ്ട് ഓളി പ്രാവശ്യം പോയി ചെയ്തിട്ട് പറ്റും, ഞാൻ അടുത്ത വർഷം പോകാം. അല്ലാഹു അഅലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹജ്ജും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഭാര്യമാരെയും കൂടെ കൊണ്ടുപോകണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് എല്ലാവരും ഒടുങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവസാനം എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ യാത്ര തുടങ്ങി. 11 ദിവസത്തോളം യാത്ര ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും യാത്ര ചെയ്തു. മക്കത്ത് വന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വാക്കു പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനെ മുഴുവനും വിളിച്ചിട്ട് പറഞ്ഞു, സഹാബ, എല്ലാവരും ഇൽമുകൾ, അറിവുകൾ, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്, അമലുകൾ മുഴുവനും നല്ലതുപോലെ നോക്കി പഠിച്ചുകൊള്ളണം. അടുത്ത വർഷം ചിലപ്പോൾ ഇത് പഠിപ്പിക്കാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സ്വഹാബ, എല്ലാവരും നല്ലതുപോലെ അമലുകൾ നോക്കി പഠിക്കണേ. അടുത്ത വർഷം ഇത് പറഞ്ഞു തരാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ണെടുക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ണെടുക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൂമുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയ സഹാബി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അങ്ങയുടെ വഫാത്ത് അടുത്തോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ കുതിരയുടെ മുകളിൽ ഇരുന്ന് കൊണ്ട് അമലുകൾ മുഴുവനും കാണിച്ചു കൊടുക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഹജ്ജിന്റെ അമലുകളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാ. അവസാനം അറഫാ മൈതാനയിൽ ലക്ഷക്കണക്കിന് സഹാബാക്കളെ സാക്ഷി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രസംഗം നടത്തുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് എല്ലാവരോടും അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രസംഗം നടത്തി. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തോതുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തോതുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തോതി കൊടുക്കുമ്പോ ഇസ്ലാം പരിപൂർണമായിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. സഹാബാക്കൾ മുഴുവനും തുള്ളിച്ചാടുകയാണ്. അറഫാ മൈതാനയിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവേ അവരെല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത പരിശുദ്ധമായ ദീൻ അത് പരിപൂർണമായെന്ന് പ്രവാചകന് പറയേണ്ട താമസം. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാണ്. അവിടെയും മനസ്സിലായി, അബൂബക്കറിനും മനസ്സിലായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്ന് മഹാനായ അബൂബക്കർ തങ്ങൾക്കും മനസ്സിലായി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, എന്തിനാ അബൂബക്കറെ കരയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അബൂബക്കർ തങ്ങൾ പറയുകയാണ്, ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ല. ഇസ്ലാം പരിപൂർണമായി, ഇസ്ലാം പരിപൂർണമായി. ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നതിന്റെ അടയാളമാണ് ഉമർ. രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ഈ കരയുന്ന രണ്ട് സഹാബാക്കളുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് ചിരിക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുന്നത് കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ് എന്തിനാ നബിയേ ചിരിക്കുന്നത്? എന്തിനാ നബിയേ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അറഫ മൈതാനയിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചവന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന എന്റെ അടിമകളെ കണ്ടിട്ട് ശൈത്താന് തലയിൽ തുണിയിട്ടിരുന്ന് കരയുന്നത് കണ്ടിട്ട് ചിരിച്ചതാ സഹാബ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം ഹജ്ജ് കഴിഞ്ഞിട്ട് മടങ്ങി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നു. സഫർ മാസം കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ബദരീങ്ങളെ കബറടക്കിയ അല്ലാഹുവിന്റെ റസൂൽ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ സഹാബത്തിനെ കബറടക്കിയ സ്ഥലത്തേക്ക് കടന്നു ചൊല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓരോ കബറിന്റെ ചാരത്ത് പോയി സലാം പറയുകയാ. ജീവിച്ചിരിക്കുന്നവരോട് സലാം പറയുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകന് ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായ സഹാബാക്കളുണ്ടല്ലോ, എല്ലാവരുടെ കബറിന്റെ ചാരത്ത് ചെന്ന് സലാം പറയുകയാ. പ്രവാചകന് മടങ്ങി വന്നു.
അള്ളാന്റെ റസൂൽ അവസാനം എന്റെ പ്രിയമുള്ളവരെ സഫർ അവസാനമായപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് ജന്നത്തുൽ ബഖീലേക്ക് കടന്നു ചൊല്ലുകയാ. അള്ളാഹുവേ, അള്ളാന്റെ റസൂലിന്റെ കുടുംബക്കാരുണ്ടല്ലോ, ഒരുപാട് സഹാബത്തുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാവരോടും യാത്ര പറയുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയമുള്ളവരെ വീട്ടിലേക്ക് കടന്നു വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ രോഗം പിടിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ 18 വയസ്സാണ് പ്രായം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തലയിൽ പിടിച്ചിങ്ങനെ കൈകൊണ്ട് അമർത്തിയിട്ട് പറയുന്നു, നബിയേ, വല്ലാത്ത തലവേദനയാ നബിയേ, തല പൊട്ടുന്നു നബിയേ, ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നുന്നു നബിയേ. അള്ളാന്റെ റസൂൽ ചിരിച്ചുകൊണ്ട് പറയുന്നു, ആയിഷ, നീ മരിച്ചു പോയാ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും ആയിഷ, നിന്നെ ഞാൻ കഫം പൊതിയും ആയിഷ, നിനക്ക് വേണ്ടി എന്റെ കൈ കൊണ്ട് ഞാൻ കബർ കുടിക്കും ആയിഷ, എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നിന്നെ കബറടക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ പ്രിയപ്പെട്ട ഭാര്യയോ പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയെ സമാധാനിപ്പിക്കുകയാ. ആയിഷ ബീവി ഇത് പറയുന്നത് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, ഞാൻ അങ്ങനെയൊന്നും മരിക്കില്ല നബിയേ, ഞാൻ മരിച്ചാ മറ്റുള്ള ഭാര്യമാരുടെ കൂടെ പോകാനല്ലേ. അള്ളാന്റെ റസൂല് പുഞ്ചിരിക്കുകയാ. അള്ളാഹുവേ, നമസ്കാരം കഴിഞ്ഞ് അള്ളാന്റെ റസൂല് വൈകിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. ആ സമയത്ത് അള്ളാന്റെ റസൂല് ആയിഷയോട് പറയുന്നു, ആയിഷ, വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലവേദന എടുക്കുന്നു എന്ന് പറയുമ്പോ പ്രവാചകനെ ഇങ്ങനെ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ തല ഇങ്ങനെ തടകി കൊടുക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ആയിഷ, ഞാനെങ്ങാണം മരിച്ചു പോയാ നീ എന്തു ചെയ്യും ആയിഷ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ ഭാര്യ, മനസ്സുകൊണ്ട് തയ്യാറെടുക്കാറ് അള്ളാന്റെ റസൂല് ചുമ്മാതെയൊന്ന് ചോദിച്ചു, ആയിഷ, ഞാനെങ്ങാണമങ്ങ് മരിച്ചു പോയാ നീ എന്തു ചെയ്യും ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വായി ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ല നബിയേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ല നബിയേ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല നബിയേ, പിന്നെ ആയിഷയില്ല നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് രോഗം തുടങ്ങുകയാണ്. അള്ളാന്റെ റസൂലിന് ഷഹീദിന്റെ കൂലിയാ, അള്ളാഹുവിന്റെ പ്രവാചകന് ഷഹീദിന്റെ കൂലിയാ. എന്റെ പ്രിയമുള്ളവരെ, യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുമ്പോ ഒരു യഹൂദിയായ പെണ്ണുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന് ഭക്ഷണം കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂലിനും സഹാബത്തിനും ആടിന്റെ കുറകല്ലിനകത്ത് അതാ ഇറച്ചി വിഷത്തിൽ മുക്കിയിട്ട് അത് പൊരിച്ചു കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുകയാ. അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ഇറച്ചിയാണ്. പ്രവാചകൻ ആ വിഷമെടുത്ത് കഴിക്കുകയാണ്. ആ ഇറച്ചി എടുത്ത് കഴിച്ച് ഒരൽപ്പം അള്ളാന്റെ റസൂലിന്റെ വയറ്റിനുള്ളിലേക്ക് കടന്നു ചെന്നപ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബ, ആരും ഭക്ഷിക്കല്ലേ സഹാബ, ഇതിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ട് സഹാബ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് രോഗം വരാറുള്ള കാരണങ്ങളിൽ ഒരു കാരണം ഇതായിരുന്നു. പ്രവാചകന് പനി പിടിക്കുകയാണ്, ശരീരം വല്ലാതെ വേദനിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് രോഗം പിടിച്ച് കിടക്കുകയാ, എഴുന്നേക്കാൻ കഴിയുന്നില്ല. അള്ളാന്റെ റസൂലിന് എഴുന്നേക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രോഗം പിടിച്ച് കിടക്കുകയാണ്. ഒരു ദിവസം ബിലാൽ തങ്ങളെ ബാങ്ക് വിളിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കവാടത്തിൽ വന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നമസ്കരിക്കാ സമയമായി നബിയേ, ഇഖാമത്ത് കൊടുക്കാ സമയമായി നബിയേ. സഹാബത്ത് മുഴുവനും വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ നമസ്കരിക്കാൻ വേണ്ടി വിളിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബിലാലേ, അകത്തേക്ക് വിളിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിനകത്തേക്ക് വിളിച്ചിട്ട് അവിടുന്ന് പറയുന്നു, ബിലാൽ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ ബിലാൽ. ബിലാൽ റളിയല്ലാഹു തആല ന്റെ കണ്ണ് നിറയുകയാണ്. പടച്ചവര് പള്ളി വീടിനകത്ത് നിന്നിറങ്ങുമ്പോഴ് ബിലാൽ കരയുകയാ. ബിലാൽ റളിയല്ലാഹു തആല പൊട്ടിക്കരയുകയാണ്. സഹാബത്ത് ചോദിച്ചു, എന്തേ ബിലാലേ, എന്തേ ബിലാലേ? അല്ലാഹുവിന്റെ പ്രവാചകനെ നമസ്കരിക്കാൻ വരാൻ കഴിയുന്നില്ല, പ്രവാചകൻ എഴുന്നേക്കാൻ കഴിയുന്നില്ല, അബൂബക്കർ തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, സഹാബത്ത് മുഴുവനും പള്ളിക്കകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ, എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ. യാ റസൂലല്ലാഹ്, അങ്ങ് നിസ്കരിക്കാൻ പോകില്ലെന്ന് ബിലാൽ പറഞ്ഞപ്പോ സഹാബത്ത് കരയുന്ന ശബ്ദമാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ട് കൈയും ഉയർത്തിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, അല്ലാഹ്, എനിക്കൽപ്പമൊന്ന് ആഫിയത്ത് തരുവോ അല്ലാഹ്, എനിക്കൊന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് തരുവോ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല മറ്റൊരു സഹാബിയെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ട് കൈയുമെടുത്ത് സഹാബത്തിന്റെ തോളിൽ വെച്ചിട്ട് വീടിനകത്ത് നിന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഇറങ്ങുകയാ. പ്രവാചകന്റെ കാല് രണ്ടും ഇങ്ങനെ തറയിൽ കിടന്ന് വലിയുകയാണ്. നടക്കാൻ കഴിയുന്നില്ല. കാലിങ്ങനെ തറയിൽ കിടന്ന് ഒരച്ചൊരച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പള്ളിക്കകത്തേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് തന്റെ സഹാബത്തിനോട് അവിടെന്ന് പറയുന്നു, സഹാബാ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനമായി തന്റെ സഹാബത്തിനോട് ഒരു പ്രസംഗം നടത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സഹാബത്തിനോടൊരു പ്രസംഗം നടത്തുകയാ. എന്നിട്ട് ചോദിക്കുന്നു, സഹാബാ, 23 വർഷക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചു. ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പൊരുത്തം ചോദിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് സഹാബത്തിനോട് എല്ലാവരോടും പൊരുത്തം ചോദിച്ചു. എല്ലാവരും നിറകണ്ണുകളോടെ ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിനകത്തേക്ക് കടന്നു ചെന്നു. എന്റെ പ്രിയമുള്ളവര്, റബീഉൽ അവ്വൽ 11-ാം തീയതി കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയോ? വൈകുന്നേര സമയമായി വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ, എന്തേ വിളക്ക് കത്തിക്കാത്തത്, എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീബി റളിയല്ലാഹു തആല മിണ്ടാതെ മാറി നിൽക്കുകയാ. കാരണം വീടിനകത്ത് വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസം വിളക്കിലൊഴിക്കാനുള്ള എണ്ണയാ വീടിനകത്തില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല മിണ്ടാതെ മാറി നിൽക്കുകയാ. കുറെ സമയം കഴിഞ്ഞു. വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. അല്ലാഹുവിന്റെ റസൂല് പിന്നെയും ചോദിക്കുന്നു, ആയിഷ, വിളക്ക് കത്തിക്കാത്തതെന്തേ ആയിഷ?
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് മരിക്കുന്നതിന്റെ തലേ ദിവസം വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണ പോലുമില്ലായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തിനാ പറഞ്ഞതെന്നറിയുമോ? എന്തിനാ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകര് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ അറിയുമോ? വയറ്റത്ത് കല്ല് വെച്ചിട്ട് പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുന്നത്? ഒന്ന് പറ നബിയേ, ഈ കാണുന്ന ഉഹദ് മല മുഴുവനും ഞാൻ സ്വർണമാക്കി തരാ നബിയേ, എവിടെ പോയാലും കൂടെ ഈ മല നടന്നു വരും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ജിബ്രീലേ, എനിക്ക് സമ്പത്ത് വേണ്ട ജിബ്രീല്, എനിക്ക് പാപപ്പെട്ടവനെ പോലെ ജീവിക്കണം, എനിക്ക് പാപപ്പെട്ടവനെ പോലെ ജീവിക്കണം, എനിക്ക് പാപപ്പെട്ടവനെ പോലെ മരിക്കണം, എനിക്ക് നാളെ പാപപ്പെട്ടവരുടെ കൂടെ ഒരുമിച്ച് കൂടണം. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു വരുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചലാ. രണ്ട് കുഞ്ഞുങ്ങൾ വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും വീടിനകത്ത് കിടന്ന് വല്ലാത്ത കരച്ചലാണ്. അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമോളോട് പറയുന്നു, മോളെ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ട് പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുകയാ. പക്ഷേ കരച്ചിലിങ്ങനെ കൂടുകയാണ്. രണ്ടാമതും വിളിച്ചു പറഞ്ഞു, മൂന്നാമതും വിളിച്ചു പറഞ്ഞു. എന്നിട്ടും തന്റെ കൊച്ചുമക്കളെ വീടിനകത്ത് കിടന്ന് കരയുന്ന ശബ്ദം കേട്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടുന്ന് തന്റെ പൊന്നുമകളോട് ചോദിക്കുന്നു, ഫാത്തിമ, ഇത്ര കരുണയില്ലാത്തവളായി പോയോ ഫാത്തിമ? ഈ രണ്ട് മക്കള് പട്ടിണി കിടന്ന് കരയുകയോ? നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ? നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളെ വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വാപ്പ വഴക്ക് പറയുന്നത് കേട്ടപ്പോ ഫാത്തിമ ബീവി ഇരുന്ന് കരയുകയാണ്, തേങ്ങി തേങ്ങി കരയുകയാണ്. ആ കരച്ചിൽ കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ ഹൃദയം പിടഞ്ഞു പോയി. തന്റെ പൊന്നുമോളുടെ ചാരത്ത് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ, എന്തേ മോളെ ഈ മക്കൾക്ക് പാല് കൊടുക്കാത്തത് എന്തേ പൊന്നുമോള്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ, എന്റെ രണ്ട് മക്കള് വിശന്നിട്ട് പാലിന് വേണ്ടി കരഞ്ഞപ്പോ ഞാൻ എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിൽ വെച്ച് കൊടുത്തു. അവര് പാല് ചുരത്തിയിട്ട് പാല് വരാതെ എന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പൊന്നുമോള് പറഞ്ഞു കൊടുക്കുകയാ, പാലിന് പകരം എന്റെ മാറിടത്തിലൂടെ രക്തം വരികയാണ്. റസൂലുള്ളാഹിന് സഹിക്കാൻ കഴിഞ്ഞില്ല. രണ്ട് പിഞ്ഞുങ്ങൾ, രണ്ട് പിഞ്ചുമക്കള് താഴെ കിടന്ന് കരയുകയോ. തന്റെ പൊന്നുമോള് മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയോ. അല്ലാഹുവിന്റെ റസൂലിന്റെ താടിരോമം നനയുകയാണ്. പ്രവാചകന് വീടിനകത്ത് നിന്നിറങ്ങുകയോ. തലവൊന്നുയർത്തിയത് പോലുമില്ല.
അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിനകത്ത് നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, നടന്ന് ഒരുപാട് ദൂരം അങ്ങ് നടക്കുകയോ. അവസാനം ഒരു ഈന്തപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. ഒരു അറാബിയായ മനുഷ്യന്റെ ഈന്തപ്പനത്തോട്ടപാട്. ആ അറാബിക്കറിയില്ല ഈ വരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മനുഷ്യ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യൻ പറഞ്ഞു, ഈ കാടുന്ന ഈന്തപ്പന മരങ്ങളുണ്ടല്ലോ, ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് ഈ മരങ്ങൾ നനച്ചാ 3 കാരക്ക ഞാൻ കൂലി തരാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയം കയറമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ലോകത്തിന്റെ നേതാവ് വെള്ളം കോരുകയാ. എന്റെ പ്രിയമുള്ളവര്, വെള്ളം കോരിയിട്ട് ഈന്തപ്പന മരങ്ങളെ നനയ്ക്കുകയാണ്. രണ്ടാമതും വെള്ളം കോരി, മൂന്നാമതും വെള്ളം കോരി, 4ാമത് വെള്ളം കോരാ. തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ സുബ്ഹാനല്ലാഹ്, തൊട്ടിക്കിണറ്റിലേക്ക് വീണു പോവുകയാ. തൊട്ടിക്കിണറ്റിലേക്ക് വീണു പോവുകയാ. ആ അറാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തിലേക്ക് അടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. താഴെ വീണുപോയ തൊട്ടിയെടുക്കുകയാണ്. കിണറ്റിലേക്ക് വീണുപോയ തൊട്ടിയെടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് അവസാനം തൊട്ടിയെടുത്തിട്ട് അറാബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യ, 3 തൊട്ടി വെള്ളം കോരിയല്ലോ, എന്റെ കൂലിയൊന്ന് തരുവോ, എന്റെ കൂലിയൊന്ന് തരുവോ? അറാബി 9 കാരക്കയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കുന്ന മുഖത്തോട് 9 കാരക്കയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പ്രവാചകൻ ഓടിച്ചെന്നിട്ട് 2 മക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് അതാ കാരക്ക പൊളിച്ച് തന്റെ മക്കളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാ. അവരാർത്തിയോടുകൂടി അതിങ്ങനെ കടിച്ചു കൊണ്ടിരിക്കുകയാണ്. മാറിടത്തിലൂടെ പാലൊരു പരം രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമോളോട് അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, ഫാത്തിമ. ഇന്നാ പൊന്നുമോള് കാരക്കയെടുത്ത് അല്ലാഹുവിന്റെ റസൂല് കൊടുക്കുമ്പോ ഫാത്തിമ ബീവി നോക്കുമ്പോ വാപ്പയുടെ മുഖം ഇങ്ങനെ ചുമന്നു കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി ചോദിക്കുന്നു, വാപ്പാ, ആരാ നിങ്ങളെ തല്ലിയത്? അങ്ങയുടെ മുഖത്ത് പാട് കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പ കൊടുത്ത കാരക്ക കയ്യിൽ വെച്ചിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, നോക്കൂ ഫാത്തിമ, നിന്റെ മക്കളുടെ സന്തോഷം കണ്ടോ ഫാത്തിമ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരോടെല്ലാം പൊരുത്തം ചോദിക്കുകയാ. കൊച്ചുമക്കളോട്, തന്റെ മക്കളോട് എല്ലാവരോടും യാത്ര പറയുകയാണ്. അല്ലാഹുവേ, ആ സമയത്താണ് മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ഓടി വരുന്നത്. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ഓടി വരികയോ. തന്റെ പൊന്നുമോള് ഓടി വന്നിട്ട് വാപ്പാനെ കെട്ടിപ്പിടിച്ചിട്ടിരുന്ന് കരയുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചെവിയിലുണ്ടല്ലോ ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിനകത്തിരുന്ന് കരയുകയാണ്. തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ രണ്ടാമതും അടുത്ത് വിളിച്ചിട്ടൊരു രഹസ്യം പറയുകയാ. പക്ഷേ ആ സമയത്ത് ഫാത്തിമ വല്ലാതെ ചിരിക്കുകയാണ്. ആ സമയത്ത്
ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വല്ലാതെ ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസം കടന്നു വന്നു. സുബ്ഹി നമസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് വിളിച്ചു. എല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കൂടി. അല്ലാഹുവിന്റെ റസൂല് അതാ കിടന്ന കിടപ്പിൽ കടന്നുകൊണ്ട് പറയുന്നു, ആയിഷ കർട്ടനൊന്നു മാറ്റാ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല കർട്ടൻ മാറ്റുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ സഹാബത്തിനെയും നോക്കുകയാണ്, എല്ലാവരുടെ നിസ്കാരവും നോക്കുകയാണ്. അവസാനം തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, കർട്ടനെ തിരിച്ചിടാ ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, വഫാത്തിന്റെ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 12 വീടിനകത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല ഒരു സൈഡിലിരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ഒരു സൈഡിലിരുന്ന് കരയുകയോ. പ്രവാചകന് പെട്ടെന്ന് രോഗം കൂടിയിട്ട് റസൂലുള്ളാഹി തളർന്നു കിടക്കുകയാണ്. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, വാതിലൊന്ന് തുറക്കുമോ? ആരോ സലാം പറയുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? എന്റെ വാപ്പയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, കുറെ സമയം കഴിയുമ്പോ രണ്ടാമതും സലാം കേൾക്കുകയാണ്. അപ്പോഴും ഫാത്തിമ ബീബി ഇതുപോലെ വിളിച്ചു പറയുകയാ. മൂന്നാമതും വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. വാതിൽ തുറക്കുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഫാത്തിമ ആരാ ഫാത്തിമ, ആരാ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്ന് നോക്കിയിട്ട് അവിടെന്ന് പറയുന്നു, വാപ്പാ കണ്ടിട്ട് പേടി തോന്നുന്നു ഉപ്പാ, ഈ മനുഷ്യനെ ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഉപ്പാ, ഈ നാട്ടുകാരനല്ല ഉപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വാതിൽ തുറക്കു ഫാത്തിമ, വാതിൽ തുറക്കു ഫാത്തിമ. ആരാ കടന്നു വന്നതെന്നറിയുമോ? മലക്കുൽ മൗത്ത് ഇസ്രായീൽ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന അസ്രായിലിനെ കണ്ടിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പോലും പേടിച്ചു പോവുകയാ. അസ്രായില് വീടിനകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അസ്രായിലേ എന്നെ കാണാമെന്നതാണോ, എന്നെ കാണാമെന്നതാണോ? യാ റസൂലല്ലാഹ്, അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാമെന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, അസ്രായിലേ എനിക്കൊരാളെ കാണണം അസ്രായിൽ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്രായിൽ. എന്റെ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഈ അവസാനം ഞാൻ യാത്ര പോകുന്ന സമയത്ത് എന്തേ ജിബ്രീലേ നീ എന്നെ യാത്രയാക്കാൻ വരാത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീലേ എനിക്ക് സന്തോഷത്തോടെ മരിക്കണം ജിബ്രീൽ, എനിക്ക് സമാധാനത്തോടെ മരിക്കണം ജിബ്രീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുമോ ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് തന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്നതിന്
മരണത്തിന് 1 മിനിറ്റ് മുമ്പെങ്ങാട് ചെയ്തു പോയ പാവങ്ങൾ അല്ലാഹുവോട് ഏറ്റു പറഞ്ഞ അല്ലാഹു അവന് പുറത്തു കൊടുക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ജിബ്രീലേ റൂഹ് പിടിക്കാൻ തുടങ്ങിക്കോ, അസ്രായീലേ റൂഹ് പിടിക്കാൻ തുടങ്ങിക്കോ. അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വേദന സഹിക്കാൻ കഴിയുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിന് താങ്ങാൻ കഴിയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്രായീൽ ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്രായീൽ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അസ്രായീൽ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ട് താമസമുണ്ടല്ലോ. അസ്രായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ നബിയേ, പ്രസവിച്ച് കിടന്ന ചോര കുഞ്ഞിന്റെ റൂഹ് പോലും എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് നബിയേ. പക്ഷേ ഇന്ന് വരെ വിറച്ചിട്ടില്ല നബിയേ, എന്റെ കൈ ഇന്ന് വരെ വിറച്ചിട്ടില്ല നബിയേ. യാ റസൂലല്ലാഹ്, ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇതിനേക്കാളും മയമായി എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല നബിയേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്രായീൽ റൂഹ് പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് കണ്ടപ്പോ വേദന സഹിക്കാൻ കഴിയാതെ എഴുന്നേക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുത്ത് തന്റെ മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് തന്റെ ഭർത്താവിന്റെ മുഖം തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാൻ കഴിയുന്നില്ല. സ്നേഹനിധിയായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ, തയ്യാറെടുക്കണേ ആയിഷ, ദുആ ചെയ്യണേ ആയിഷ. മരണസമയത്ത് റബ്ബ് നിന്നോട് കരുണ കാണിക്കാതെ നീ ദുആ ചെയ്യണേ ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാ. ആ സമയത്താണ് ഒരു സഹാബി, അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയോ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരുന്നിട്ട് ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. കാരണം ആ സഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആ 18 വയസ്സുകാരിക്ക് മനസ്സിലായി, എന്റെ ഭർത്താവിന് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടെന്ന്. പെങ്ങളെ, മിസ്വാക്ക് വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയോ. പക്ഷേ പ്രവാചകന്റെ കൈ ചലിക്കുന്നില്ല, സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല ആ മിസ്വാക്ക് എടുത്ത് തന്റെ പല്ലിൽ വെച്ച് ചവച്ചിട്ട് കുഞ്ഞുങ്ങളുടെ പല്ല് ഉമ്മ തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിനെ ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന് പല്ല് തേച്ച് കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പല്ല് തേച്ച് കഴിഞ്ഞു, അരയുടെ ഭാഗം വരെ റൂഹെത്തി. ആ സമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് ഒരു സഹാബി കടന്നു വരികയോ. മഹാനായ ഉസാമ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തു മകനായ ഉസാമ. ഉസാമ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹിയുടെ കൈ ചലിക്കുകയാ. പല്ല് തേക്കാൻ പോലും ഉയരാത്ത കൈയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ 2 കൈയും ഇങ്ങനെ ഉയരുകയാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ
പ്രവാചകന് രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് ചേർത്തിങ്ങനെ പിടിച്ചിട്ട് തന്റെ വളർത്തു മകനായ ഉസാമയോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. ഉസാമ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് ഉസാമ. പൊന്നുമോനെ, റബ്ബനോട് കരുണ കാണിക്കാ. അല്ലാഹു എന്റെ മരണവേദന കുറച്ചു തരാ, ഒന്ന് ദുആ ചെയ്യ് ഉസാമ. അല്ലാഹുവിന്റെ പ്രവാചകം പോലും പറഞ്ഞു പോയെങ്കിലോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ അവസാനം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുതിയിട്ട് കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാ. ഒരു ദിവസം കോടാനുകൂടി അപരാധം ചെയ്യുന്ന എന്റെയും നിന്റെയും അവസ്ഥയൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? മയ്യത്ത് കുളിപ്പിക്കുന്നവരുണ്ടല്ലോ, കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയ മയ്യത്തുകളെ കാണാമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. റബ്ബിനോട് ദുആ ചെയ്യടേ. അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞു, ആയിഷ, ഇന്നലിൽ മൗതി ലസക്റാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. പടച്ചുറപ്പേ, കരുണയുള്ള അല്ലാ, ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ അല്ലാ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ, ഞങ്ങളോട് നീ ദയ കാണിക്കണേ അല്ലാ. കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മരിക്കുന്നവരെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലോ. ഈ മജ്ലിസ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ.